ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അൽഹംദുലില്ലാഹ് ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കോമ്പിനേഷൻ റെസിപ്പിയാണ് ഇന്നിപ്പം ഞാൻ ഷെയർ ആക്കുന്നത്. ഒറട്ടി ആൻഡ് ചിക്കൻ കറി. അപ്പം എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള ഒരു കോമ്പിനേഷനാണല്ലോ ഒറട്ടിയും ചിക്കൻ കറി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് ഇന്നിപ്പം ഞാൻ ഡിന്നറിനാണ് ഈ ഒരു കോമ്പിനേഷൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോ എന്തായാലും എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കാം. അടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനെടുത്ത പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോയി നോക്കാം. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു കോമ്പിനേഷനാണല്ലോ നമ്മുടെ ഒറട്ടി ആൻഡ് ചിക്കൻ കറി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ തിരുവനന്തപുരം ആ ഒരു സ്റ്റൈലിൽ ഉണ്ടാക്കുന്ന ഒരു ഒറട്ടിയാട്ടോ. നമ്മൾ തേങ്ങയൊക്കെ ഇട്ടിട്ടാണ് ഒറട്ടി ഉണ്ടാക്കുന്നത്. ചിലർ മറ്റേ തേങ്ങ ഇടാതെ ഉണ്ടാക്കുന്നവരും ഉണ്ടല്ലോ. ചില ഷോപ്സിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുമ്പോഴേക്കും അതിലൊന്നും തേങ്ങ ഇട്ടിട്ടുണ്ടാവില്ല. അപ്പം നമ്മൾ ഉണ്ടാക്കുമ്പം തേങ്ങയൊക്കെ ഇട്ട് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് ഇവിടെ വെജിറ്റബിൾസൊക്കെ കട്ടാക്കി വെക്കുവാണ്. എല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ എളുപ്പമുണ്ടല്ലോ. അപ്പം ഈ ഒരു സമയത്ത് മോളും എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അസാൻ സ്കൂളിൽ പോയിട്ട് വന്നിട്ട് കിടത്തി രണ്ടുപേരെയും ഉറക്കി ഒക്കെയാണ് ഞാൻ പിന്നെ കറി വെക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കിടത്തി ഉറക്കിയതിന് ശേഷമാണ് ഞാനും ഉച്ചക്കത്തേക്ക് ലഞ്ചൊക്കെ കഴിക്കുന്നത്. അതിന് ശേഷമാണ് ഒരു 3:30 ആകും. അപ്പോൾ ഉറക്കി ഫുഡൊക്കെ കഴിച്ച് ഞാൻ കറി വെക്കാനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നതും എൻ്റെ പിന്നാലെ എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഹൈസ. അപ്പോൾ വെജിറ്റബിൾസൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കുവാണ്. തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഒരു 4 സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 4 സവാള, ഒരു 8 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, 8-10 എടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു ചെറിയ 2 കഷ്ണം ഇഞ്ചിയുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാം എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് സവാളയൊക്കെ കട്ട് ചെയ്തെടുക്കുവാണ്. പിന്നെ അടുത്ത് വന്നിട്ട് ഐസാക്ക് ഇവിടെ ജെല്ലി മുട്ടായി വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ടിന്നിലായിട്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരും, അത് വേണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് കൊടുത്താൽ മാത്രം പോരാ, പിന്നെ നമുക്ക് എന്തെങ്കിലും ജോലി ചെയ്യുന്ന സമയത്ത് വന്നിട്ട് അത് പൊട്ടിച്ചതാന്ന് പറഞ്ഞിട്ട് ബഹളമാണ്. അങ്ങനെ അതിപ്പോൾ ആകെ ഒരു തലവേദന അയച്ചിരിക്കുവാണ്. അപ്പോൾ എന്തായാലും അതൊക്കെ പൊട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ സൈഡിൽ നിന്ന് കഴിക്കുവാണ്. അപ്പോൾ അസാൻ പിന്നെ അസുഖം ഉറക്കമാണ്. സ്കൂളിൽ പോയിട്ട് രാവിലെ എഴുന്നേൽക്കുന്നതായതുകൊണ്ട് പോയിട്ട് വരുമ്പോഴത്തേക്ക് പിന്നെ സുഖമായിട്ട് അങ്ങ് കുറേ നേരം കിടന്നങ്ങ് ഉറങ്ങിക്കോളും. പിന്നെ എഴുന്നേൽപ്പിക്കാൻ പിന്നെ ഒരു ബഹളമാണ്. ക്ഷീണം കൊണ്ട് പിന്നെ കിടന്നുറങ്ങിക്കോളും. രാവിലെ 5 മണിക്കൊക്കെ 5 മണിക്കല്ല 6 മണിക്ക് എഴുന്നേൽപ്പിക്കുന്നതാണ്. 6:20 ഒക്കെ ആകുമ്പോഴേക്കും ബസ് വരും. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് പോകുന്നതുകൊണ്ട് തന്നെ പിന്നെ വന്ന് കിടന്നു കഴിഞ്ഞാൽ പിന്നെ നല്ല ക്ഷീണമാണ്. എഴുന്നേൽക്കുമ്പോൾ ഒരു 5:30 6 ഒക്കെ ആകും എഴുന്നേൽക്കുമ്പോൾ തന്നെ. അപ്പോൾ എന്തായാലും വെജിറ്റബിൾസൊക്കെ കട്ടാക്കിയിട്ട് ഞാൻ ഇവിടെ പാത്രം വെച്ചിട്ടുണ്ട്. ഇന്ന് സൺഫ്ലവർ ഓയിലല്ല, വെളിച്ചെണ്ണയിലാണ് ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് കേട്ടോ. സോറി, മാറിപ്പോയതാട്ടോ. വെളിച്ചെണ്ണയിലാണ്. അപ്പോൾ അതിന് ശേഷം 2 കഷ്ണം പട്ടയും പിന്നെ ഒരു 4-5 ഗ്രാമ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം അത് പൊട്ടി വരുന്ന സമയത്ത് നമ്മുടെ സവാള കട്ടാക്കിയത് ഉണ്ടല്ലോ, അതിട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഈ ഒരു സമയത്ത് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ഉണ്ടല്ലോ, അത് ഇങ്ങനെ തൊലിയൊക്കെ ഇളക്കി ക്ലീൻ ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. അത് ചതച്ചെടുത്തിട്ടില്ല. അപ്പോൾ അതിപ്പോൾ ഒന്ന് ചതച്ചെടുക്കുവാണ്. അപ്പം ഇങ്ങനെ ചെറുതായിട്ടൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കൂടുതലും ഈ ഒരു കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് ഇങ്ങനെ ചതച്ചെടുക്കുവാണ് ചെയ്യുന്നത്. അല്ലാണ്ട് പിന്നെ അതിന് വേണ്ടിയിട്ട്
ഇടിക്കുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതൊന്നും എടുക്കില്ല. അല്ലാതെ ഈ ഒരു കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് തന്നെ അതൊന്ന് ചതച്ച് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഈ സവാള വഴറ്റാൻ വെച്ചത് അത് ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ 2 പച്ചമുളക് ഉണ്ടല്ലോ, അതൊന്ന് നെടുകെ കീറി അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ സവാള നന്നായിട്ട് വഴറ്റിയെടുക്കുക. എന്നിട്ടിത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. സവാള നല്ലപോലെ വഴഞ്ഞ് വരുന്നത് പോലെ വേവിച്ചെടുക്കുക. അതിനുശേഷം ഒരു വലിയ തക്കാളി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ തക്കാളിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 തക്കാളി ഇട്ട് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഇതുപോലെ മിക്സാക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് തക്കാളിയൊക്കെ നല്ല ഉടഞ്ഞ് വരുന്നത് പോലെ വഴറ്റി എടുക്കുക. അപ്പം തക്കാളിയൊക്കെ നല്ല രീതിയിൽ ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമ്മൾ സ്പൈസ് പൗഡേഴ്സ് ആഡാക്കി കൊടുക്കുക. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/2 ടീസ്പൂണ് ഗരം മസാലയും പിന്നെ ഒരു 3/4 ടീസ്പൂണ് ചിക്കൻ മസാലയും ഇട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുന്നത് പോലെ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ എരിവ് കുറച്ച് മതിയായതുകൊണ്ടാണ് കാശ്മീരി ചില്ലി പൗഡർ മാത്രം ഇട്ട് കൊടുക്കുന്നത്. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ സാധാ മുളക് പൊടിയും ഇട്ട് കൊടുക്കാവുന്ന കേട്ടോ. ഇപ്പോൾ അതൊക്കെ ചിക്കനിലേക്ക് മിക്സ് ആയതിന് ശേഷം ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് ആദ്യം സവാള വഴറ്റിയ സമയത്ത് മാത്രമേ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ആ ഒരു ഉപ്പും കൂടിയിട്ട് അതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങാനായിട്ട് ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലൊഴിക്കാനായിട്ട് വെള്ളവും തിളപ്പിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ഉറട്ടിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 3 ഗ്ലാസ് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും തേങ്ങയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 3 ഗ്ലാസ്, ഏത് ഗ്ലാസ്സാണോ നമ്മൾ വെള്ളം എടുക്കുന്നത് അതേ ഗ്ലാസ് തന്നെ പൊടിയും അളന്നെടുക്കുക. അപ്പോൾ അതിൻ്റെ ആ ഒരു സമയത്ത് ഇതൊക്കെ തിളച്ച് വരുന്ന സമയത്ത് ചിക്കൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല, അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ആ ഒരു മസാലയൊക്കെ നല്ല ഉള്ളിൽ പിടിക്കും. അപ്പം അതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. നമുക്ക് എത്രത്തോളം ഗ്രേവി വേണമോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇന്നിപ്പം ഞാൻ ഒറട്ടിക്കായതുകൊണ്ട് ഇച്ചിരി ഗ്രേവി ഇട്ട് ഉണ്ടാക്കുന്നതാണ്. അല്ലെങ്കിൽ ഇവിടെ വറ്റിച്ചുണ്ടാക്കുന്ന ചിക്കൻ കറിയാണ് ഇഷ്ടം. ഗ്രേവിയൊന്നും അങ്ങനെ വേണ്ട. പക്ഷേ എനിക്കിച്ചിരി പുട്ട്, ഒറട്ടി, പൊറോട്ട ഇതിൻ്റെയൊക്കെ കൂടെ കുറച്ച് ഗ്രേവി വേണം. അപ്പം അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഇച്ചിരി ഗ്രേവി ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഒറട്ടീൻ്റെ അത് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം 2 ഗ്ലാസ്സിൽ പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിപ്പം നാട്ടിൽ നിന്ന് നമ്മൾ ഒറട്ടിക്കായിട്ട് കൊണ്ടുവരുന്ന പൊടിയാണ്. അപ്പോൾ ഓരോ പൊടിക്കും വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിന് 3 ഗ്ലാസ് വെള്ളത്തിന് ഞാൻ 2 ഗ്ലാസ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം മാവ് ഇട്ടിട്ട് റെഡി ആയിട്ടുണ്ട്. പിന്നെ അത് മാറ്റി ചെറുതായിട്ടൊന്ന് തണുക്കാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ചിക്കൻ ഒന്ന് ഇളക്കി ഇതാക്കി കൊടുക്കുവാണ് കേട്ടോ. ഓൾമോസ്റ്റ് റെഡിയായി. പിന്നെ കുറച്ചുകൂടി ഒന്ന് വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഫ്ലെയിമിൽ തന്നെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ആ ഒരു ഒറട്ടിയുടെ ഒരു മാവുണ്ടല്ലോ അതൊന്ന് ഇങ്ങനെ കുഴച്ചെടുക്കണം. ചൂടോടുകൂടി തന്നെ അത് കുഴച്ചെടുക്കണം. അപ്പോൾ ഇടയ്ക്ക് വെള്ളം ഉണ്ടല്ലോ, നമ്മൾ തണുത്ത വെള്ളത്തിൽ കൈയൊന്ന് പ്രസ്സാക്കി കൊടുത്തതിന് ശേഷം ഇത് നല്ലപോലെ കുഴച്ചെടുക്കുക. ഇപ്പം ചെറുതായിട്ട് ഇവിടെ ചൂടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒറട്ടിയൊക്കെ ഉണ്ടാക്കുക കിച്ചണിൽ നല്ല ചൂടുമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഇപ്പം പിന്നെ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ പിന്നെ ഇതുപോലെ ഒറട്ടി ഒക്കെയാണല്ലോ അതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ പിന്നെ ഒറട്ടി ഉണ്ടാക്കി. ഞാൻ ഇങ്ങനെ ഈ പ്രസ്സിൽ വെച്ചിട്ടാട്ടോ ഒറട്ടി ഉണ്ടാക്കുന്നത്. എനിക്കിതാണ് കുറച്ച് എളുപ്പം. അല്ലാതെ ഇങ്ങനെ കൈ വെച്ചിട്ട് ആക്കുന്നത് എനിക്ക് അങ്ങനെ പറ്റില്ല. ഒരു സൈഡ് ഇങ്ങനെ കട്ടി കൂടുതൽ, ഒരു സൈഡ് കട്ടി കുറവ്, അങ്ങനെയൊക്കെ ആവുന്നത് പോലെ തോന്നും. അപ്പോൾ ഞാൻ അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല ഇതുവരെ.
നാട്ടിൽ ഉമ്മയൊക്കെ അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഉണ്ടാക്കി നോക്കുമ്പോൾ ഒരു സൈഡ് കട്ടി കൂടുതൽ, ഒരു സൈഡ് കട്ടി കുറവ്, അങ്ങനെ ആകുന്നത് പോലെ ഒരു ഫീലുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിതാണ് പെട്ടെന്ന് ആകുന്നത്. പിന്നെ എന്താ 2 പാനും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം പെട്ടെന്ന് ചുട്ടെടുക്കാമല്ലോ. അപ്പോൾ എന്തായാലും റൊട്ടിയൊക്കെ ചുട്ട് എടുക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് ചിക്കൻ കറി ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ചിക്കൻ കറിയൊക്കെ വറ്റി നല്ല റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം അത് ഓഫാക്കിയിട്ട് ബാക്കി ഉരുട്ടി ഇതുപോലെ ചുട്ടെടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് മക്കളവിടെ പുറത്ത് കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പുറത്തെ ഓപ്പോസിറ്റ് നിന്ന് അവിടുത്തെ ഹംദാനും ഇൽഹാനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പുറത്തെ ഓപ്പോസിറ്റുള്ള മക്കളാണ് കേട്ടോ. അപ്പം അവർ 4 പേരും കൂടെ അവിടെ ഭയങ്കര കളിയാണ്. ഇപ്പോൾ ഇടയ്ക്ക് അങ്ങോട്ട് പോയി നോക്കുന്നുണ്ട്. ഇടയ്ക്കൊക്കെ അടിയാകും, പിന്നെ പിണങ്ങിപ്പോവും, പിന്നെ തിരിച്ചു വരും. ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ കലാപരിപാടികൾ. അപ്പോൾ ആ ഒരു സമയത്ത് ബാക്കിയുള്ള പാത്രങ്ങൾ, ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ പാത്രങ്ങളൊക്കെ ഞാൻ അപ്പം കഴുകി വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ കൂടിക്കിടക്കും. പിന്നെ നമുക്ക് എല്ലാം കൂടെ ഒരു തലവേദനയായിരിക്കും. കാണുമ്പോൾ തന്നെ ഒന്നും ചെയ്യാൻ തോന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഓരോന്ന് വെക്കുന്നതിനനുസരിച്ചും ഞാൻ പാത്രങ്ങൾ തന്നെ കഴുകി വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിലിങ്ങനെ വെള്ളം ഡ്രെയിൻ ചെയ്യാനായിട്ട് ഞാൻ ഇപ്പുറത്തെ സിങ്കിലിട്ട് കൊടുത്തിരിക്കും. അപ്പം അതെല്ലാം പിന്നെ ഒന്ന് തുടച്ചും കൂടി എടുത്ത് അതിൻ്റെ സ്ഥലത്ത് തന്നെ പിന്നെ വെച്ച് കൊടുക്കുവാണ്. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പാത്രം കഴുകി നമ്മളെ പണിയും കൂടെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതൊരു വലിയ ജോലിയായിട്ട് നമുക്ക് തോന്നില്ല. അല്ലെങ്കിൽ ഈ പാത്രം കൂടിക്കിടക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് ഒന്നും സത്യം പറഞ്ഞാൽ ചെയ്യാൻ തോന്നില്ല. അപ്പം പിന്നെ ഈ ഉരുട്ടിയൊക്കെ കുഴച്ചെടുത്ത ആ ഒരു പാത്രം ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെള്ളം ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഇളകി വരാനായിട്ട്. അപ്പം അതും എല്ലാം കഴുകി വൃത്തിയാക്കി, ആ പ്രസ്സുമൊക്കെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ആ സിങ്കും കൂടി ഒന്ന് കഴുകി ഇടുന്നുണ്ട്. അപ്പോഴപ്പോഴും നമ്മൾ പാത്രം കഴുകുന്നതിനനുസരിച്ച് ആ സിങ്കും കൂടി ഒന്ന് വൃത്തിയാക്കി ഇടുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നല്ല വൃത്തിയായിട്ട് തന്നെ കിടക്കും കേട്ടോ. പിന്നെ ആ കൗണ്ടർ ടോപ്പും എല്ലാം ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ആ ഒരു വോളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവിടെയൊക്കെ നമ്മൾ കഴുകുമ്പം വെള്ളം ജസ്റ്റ് തെറിക്കും. അപ്പം അതും ഒക്കെ തുടച്ച് വൃത്തിയാക്കി അതെല്ലാം റെഡിയായി വെക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഉരുട്ടി ഞാനവിടെ ചുടാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ഇപ്പം എല്ലാം ഇത് വൃത്തിയായിട്ടുണ്ട്. അപ്പം നമ്മുടെ ജോലി കഴിയുന്നതിനനുസരിച്ച് കിച്ചണും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഫുഡ് കഴിച്ച് വീണ്ടും വന്ന് അപ്പോൾ ഒരു ലോഡ് പാത്രം ഉണ്ടായിരിക്കും. പിന്നെ അത് കഴുകുക എന്ന് പറയുന്നത് നമുക്ക് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ എപ്പോഴും നമ്മൾ കിച്ചൺ ക്ലീനായിട്ട് ഇരിക്കുകയും ചെയ്യും, നമുക്ക് നമ്മുടെ ജോലി ചെയ്യാനായിട്ടൊരു ഇൻട്രസ്റ്റും ഒക്കെ ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ എന്തായാലും നമ്മുടെ ചിക്കൻ കറിയും ഉരുട്ടിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ രാത്രി കഴിക്കുകയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരേക്കും ബൈ.